കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലെന്ന്, ഇതെന്തോ യൂണിഫോം പോലെ. ഇതോ അതൊരു ഐക്യത്തിന്റെ കഥയാണ് സാർ. എന്റെ ഐറ്റം അപ്പൊ ഞങ്ങൾ വേറെയാണോ? ഇത് ഐറ്റം വേറെയാണ്. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പൊ എവിടെ പോയാലും ഒരേപോലത്തെ ഡ്രസ് ഇട്ട് അങ്ങ് ചെല്ലുക, ഒരേപോലെ കൗണ്ടറിൽ അടിക്കുക, അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് ഒരേപോലത്തെ ഡ്രസ്. ഈ ദുശീലം എന്ന് തുടങ്ങി കാണും ജാഫർ? ദുശീലമൊന്നുമല്ല സാർ, ഇതുള്ള സത്യാവസ്ഥയാണ്. ഞാനിപ്പോ അടുത്തൊരു പ്രോഗ്രാമിന് നമ്മുടെ ഇവിടം വിട്ടുപോയി. കേരളം വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സിനിമ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ഒരു ഷർട്ട് കണ്ടപ്പം ഞാൻ പറയട്ടെ, സത്യം പറയണേ, അത് ഈ ഷർട്ട് കണ്ടു. ഇത് ഒരെണ്ണം എടുത്ത് ഇട്ടപ്പോ അതിന്റെ കൂടെ അതിന്റെ ഓരോ കളറല്ലേ, അപ്പൊ രണ്ടെണ്ണം എടുത്തു. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ? രണ്ടിനും പൈസ കൊടുത്തു. രണ്ടിനും പൈസ കൊടുത്തു. അങ്ങനെ ഞാൻ എടുത്തിട്ടോണ്ട് വന്നിട്ട് ഇത് ഉദ്ഘാടനം നമ്മുടെ ഇവിടുത്തെ ഒരെണ്ണം ഇതിട്ടോണ്ട് ഞാൻ ശരിക്കും ഐറ്റം വേറെ ഞാൻ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. അതിന് അസീർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിപ്പോ ബാഗ് തുറന്ന് ഇതിന്റെ ജോഡി എടുത്ത് ഇതിലിട്ടപ്പം ഇവൻ പറഞ്ഞു, എടാ ഈ ഷർട്ട് ഏതാ, ഇത് ഞാൻ ഇടുവാന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് ബലമായിട്ട് എടുത്തിട്ടാണ്. അതിൽ എന്തോ ഒരു അമർഷമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭയങ്കര മനസ്സിന്റെ ഒരു ഉടമയാണ് സാറേ. എന്നോട് പറയാ, ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോ നീ ഇത് എടുത്തോളാം, 10 പൈസ കൊടുക്കണ്ട. ഞാൻ തീരുമാനിച്ചോളാം. അത് കളി വേറെ അല്ലേ? അത്രയും വലിയ മനസ്സൊന്നും. ഓക്കെ ജാഫറെ, പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? പാട്ടൊക്കെ നമുക്കിപ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പം ജാഫർ ഇടുക്കിയും നസീർ സംക്രാന്തിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു കളയരുത്. നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ജാഫറിന്റെ ആ പള്ളിക്കെട്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ? അതിൽ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് കേറിയാലേ ഒറ്റ കയറ്റം കയറ്റാം. 18-ാം പടി വരെ കയറാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, ആൾക്കാർ TV ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോകും. ഒരിക്കലും പോകാൻ പാടില്ല. നിങ്ങൾ വെല്ലുവിളി, നിങ്ങൾ റിമോട്ട് കയ്യിലെടുത്തോളൂ, ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. ഞാൻ ഈ പാട്ട് പാടിയാൽ അത് ഓണായിട്ട് തന്നെ എല്ലാരും പോകുന്നുണ്ട്. നല്ല ഇതൊക്കെ വരുന്നുണ്ട്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാർകളും കൂടിക്കൊണ്ട് അയ്യന നാടിൽ സെന്റിടുവാൻ, ശബരിമലയ്ക്ക് സെന്റിടുവാൻ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. கார்த்திகை மாதம் மாலையணிந்து நேர்த்தியாகவே விரதமிருந்து பார்த்த சாரதி மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எருமேலில் வந்து ஒரு மனதாகி பெட்டை துள்ளி அருமை நண்பனாம் வாவரை தொழுது ஐயனை நறுமலை ஏறிடுவான். சாமியே അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഇതൊരു ദിവസം നന്നായിട്ട് ചാനലങ്ങ് പാടി കൊടുക്കും. ആരും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ആശ്വാസം. ആയിക്കോട്ടെ, ഒന്ന് കൈയടിച്ചേ. അയ്യപ്പ സ്വാമിയുടെ പാട്ടല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ജാഫർ, ഇപ്പൊ സിനിമയൊക്കെ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടോ? നാട്ടുകാർക്കാണോ നമുക്കോ? അല്ല, അറിയാലോ സാർ, ഈ കഴിഞ്ഞ ഈ മാസം എന്റെ 5 ഫിലിമാണ്. 5 ഇറങ്ങിയില്ലേ? 5 ഇറങ്ങി. നിങ്ങൾ ഈയിടെ കണ്ടേ ഒരു ഗൾഫ് ഷോയ്ക്കെന്തോ മറ്റു പോയപ്പോഴേ അത്യാവശ്യം കൂടുതൽ ടിപ്പ് കിട്ടിയെന്ന് കേട്ടു. അയ്യോ, ഒരു പറ്റാണോ? പറ്റാണത്. ഒരു ഗൾഫ് ട്രിപ്പും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കാശിനുള്ള നമ്മുടെ ഫിലോസഫി എങ്ങനെ? ആക്രാന്തം കൊണ്ട് കൈയിട്ട് വരൂ? അല്ല, അങ്ങനെയൊന്നുമില്ല. കിട്ടിയാലും വാങ്ങിക്കും, അത്രേ ഉള്ളൂ. കിട്ടിയാൽ വാങ്ങിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ നടന്ന് വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അത് എവിടെയാണ് മര്യാദക്കാരൻ. നീ എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങി? പരിപാടി എടുത്തിട്ട് പൈസ കിട്ടില്ല. ഇങ്ങനെ സാറേ ഞങ്ങളുടെ പരിപാടി ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പൈസ തുടങ്ങും. തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവരെന്തെങ്കിലും പരിപാടിക്ക് ഡാമേജ് വന്നല്ലേ, അല്ല അങ്ങനെ പറഞ്ഞിട്ടല്ല, പറഞ്ഞ പൈസ ഒന്നും തരാൻ പറ്റൂല, അങ്ങനെയല്ലോ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ആ സാറേ മാറിട്ടെ പൈസ ഏതെങ്കിലും കമ്മിറ്റിക്കാരുടെ മുമ്പിൽ അങ്ങനെ ചൂടാക്കാൻ പറ്റുമോ? പിടിച്ചവിടെ കിട്ടിയില്ല അന്നേരം. ഇല്ല, പണ്ട് പറയുന്നത് ഇപ്പൊ പറ്റിയല്ല. പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘാടകരൊക്കെ. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ടിപ്പ് കിട്ടിയത് മസ്കറ്റില് സലാലയിലൊരു പരിപാടി. അപ്പൊ സലാല പരിപാടി എന്ന് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞപ്പം ഒരു ആരാധകൻ വന്നു. ഞങ്ങളുടെ കലവില പരിപാടി. ആ പരിപാടി കഴിഞ്ഞപ്പോ ഒരു ആരാധകൻ വന്നു. കുറെ നോർമലായിട്ട് തന്നെ വന്നു. അയാളപ്പോ ഒരുപാട് TV പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട്, അത് കാണാറുണ്ട്, ഇത് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ എന്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പൊ ഒത്തിരി പൈസ ഉണ്ട്. അത് നസീർ നോക്കി എത്ര വരും? നോക്കില്ല, അവിടുത്തെ പൈസ നോക്കി കാണത്തില്ല എങ്ങനെയുണ്ട്. എന്നാലും അത് ഇറുക്കി ഞാൻ പിടിച്ചു. കാര്യം എന്റെ കൂട്ടത്തിലുള്ള വേറെ ആരെയും കാണിച്ചില്ല, ആരോട്ട് പറഞ്ഞുമില്ല, രഹസ്യമാക്കി. റൂമിൽ വന്ന് നോക്കി കുറെ പൈസ ഉണ്ട്. 25,000, 15,000, 10,000 നോട്ടുകൾ മാത്രമാണ്.
നോട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവരമില്ലാത്ത ആരാധകന്മാരുണ്ടോ നാട്ടില്? ചിലര് വാരിക്കറി തരും. ആരാധകർ ഗൾഫിൽ കഷ്ടപ്പെടുന്നതല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പോ നിൽക്കുന്നവരായിരിക്കും അവര് എന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണ്. അപ്പൊ ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ പൈസക്ക് കുറെ സാധനങ്ങൾ വാങ്ങി ഇത്രയും കാശ് കയ്യിലിരിക്കല്ലേ. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ പൈസക്ക് മൊത്തം വീട്ടിലേക്കുള്ള സാധനങ്ങളെ അതേ ഇത് മിഠായി, സോപ്പ്, കുന്തം, കുറച്ചക്രോ എല്ലാം വാങ്ങിച്ച് വീട്ടിൽ ചെന്നു. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ ഈ ഷോ കഴിയുമ്പോൾ ഞാൻ വൈഫിനൊരു മാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശ് അതേപോലെ ഇരിക്കും 20,000 പിന്നെ അന്നേരം തന്നെ ഞാൻ പിറ്റേന്ന് വൈഫിനോട് വിളിച്ചു പറഞ്ഞോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോറിൻ ഒക്കെ പോയിട്ട് വരുമ്പോൾ പൈസ കൊടുക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഒരു മാറാൻ കൊടുക്കുന്ന അവരാകുമ്പോ ഇച്ചിരി പൈസ കൂടുതൽ തരുമല്ലോ, മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുണ്ടല്ലോ. കൊടുത്താൽ മാറി കിട്ടും. അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു. അപ്പൊ പുള്ളിയോട് പറഞ്ഞ കുറച്ച് പൈസ ഉണ്ട്, കുറച്ചേറെ ഞെട്ടരുത്. അപ്പം ഞാൻ അങ്ങോട്ട് വരവ് നടക്കുകയില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരവിടെ നിന്ന് ഒരു വണ്ടിയും വിളിച്ച് നേരെ 3 പേര് വീട്ടിൽ വന്നു. അപ്പൊ ഇവര് വരുമ്പോ നമ്മൾ വെറുകയോട് വിടുന്നത് ശരിയല്ലല്ലോ. രാവിലെ പോയി 2 കിലോ മട്ടനൊക്കെ വാങ്ങിച്ചു, മുളക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തണുത്ത വെള്ളം എല്ലാം റെഡിയാക്കി വെച്ച് ഇവര് വന്നു. ഫുഡും എല്ലാം കഴിച്ചു, വെള്ളം എല്ലാം കുടിച്ചിട്ടിരുന്നപ്പം എന്നാ പൈസ എടുക്ക്, ഞങ്ങൾക്കും പോയിട്ട് ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ പൈസ അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇവര് മൊത്തം എടുത്തിട്ട് ഈ നോട്ടിലെല്ലാം ഇങ്ങനെ എണ്ണി നോക്കി. അപ്പൊ എണ്ണി നോക്കിയപ്പോ 1.5-2 ലക്ഷം ആ പൈസ അത്രയുണ്ട് പൈസ. ഒരു 2 ലക്ഷത്തിന്റെ ആരാധകന. ഇവര് മൊത്തം നോക്കിയിട്ട് പറഞ്ഞു ഇതിനെ എല്ലാം കൂടി കൂട്ടിയാല് അപ്പൊ ഒരുപാട് പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുകയല്ലേ, നമ്മൾ കണക്കൂട്ടി അല്ലേ. അപ്പൊ അവര് കണക്കൂട്ടി ഇതിന്റെ അകത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റർ ഞെക്കിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു 915 അത് ആ പൈസ മറ്റേ പൈസ ഈ കഥ എനിക്ക് അറിയാവുന്നതാണ് തിരിച്ചോണ്ട്. എനിക്കറിയല്ലോ ഇത്. അതാ ഇവിടുത്തെ പൈസ. അവിടെ ഒരു ചാക്ക് കാശുമായിട്ട് ചെയ്യുന്ന ഒരു സഞ്ചിക്കകത്തുള്ള സാധനം കിട്ടുള്ളൂ. അങ്ങനത്തെ വാല്യുള്ള പൈസയാണത്. അത് പക്ഷെ എനിക്കറിയാലോ, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സംഭവമല്ലേ. ഞാൻ ഒരുപാട് ആരാണ്ട് അവിടെ അവന്റെ കയ്യിൽ ഇരുന്ന് ശല്യമായിട്ട് അവന് ഇത് ആരെങ്കിലും കെട്ടിയേപ്പിക്കാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ വന്നിട്ടുണ്ട്. നാട്ടിലെവിടെയും കൊടുത്തേക്കാന്ന് വിചാരിച്ചു. 957 രൂപ ഉണ്ടായിരുന്നു. 957 10 കിലോ മട്ടണോ എത്ര വാങ്ങിച്ചത്? 2 കിലോ മട്ടൺ. എന്റെ 10,000-3000 രൂപയും പോയി. അവൻ കാറ് പിടിച്ചു വന്നിട്ട് ആ കാശ് പോയി. അവന്റെ വായിരിക്കുന്ന മൊത്തം ഞാനും കേട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ ഒരു ട്രിപ്പിന് പോയി. മാത്രമല്ല ആ ചാക്കിട്ട് കൈ കിട്ടിയപ്പോഴേ ഈ 15,000-20,000 ഒക്കെ കിട്ടിയപ്പോഴേ ഇത് എന്തൊക്കെ ആലോചിച്ച് ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഉറക്കം വന്ന് കാണത്തില്ലല്ലോ. ഉറക്കം വന്നില്ല, അതേപോലെ കാശില്ല, ആരോടും പറയുന്നില്ല. ഇവന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുമ്പോ. ഭയങ്കര അത്യാവശ്യം കാശൊക്കെ ഇരിക്കുന്നു അല്ലേ. അതേപോലെ പിന്നെ അടുത്ത ട്രിപ്പിന് പോയിട്ട് വന്നപ്പം വേറെ പുറം രാജ്യത്തേക്ക് പോയി. ഏത് ഫോറിൻ ജർമ്മനി എവിടെയൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പൊ സാധാരണ പേയ്മെന്റ് കിട്ടി. പിന്നെ ആരെങ്കിലും ഒക്കെ നാട്ടുകാരൊക്കെ പല സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ ഒന്നുമില്ല സാറേ, ഇല്ല. അതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഇത് കൊണ്ടുവന്ന് ഇത് മാറാനായിട്ട് ഇവിടെ വന്നിട്ട് ഈ ജിനോനെ വിളിച്ച് കക്ഷിനെ വിളിച്ച് ഭക്ഷണം തിന്നില്ല. അയാള് 3000 പെട്രോൾ കൊടുത്താ. അത് ജിനോ അതെ കുറച്ച് പൈസ എടാ പ്രാന്താ വെച്ചിട്ട് അയാൾ എവിടെ കിടന്ന് കിട്ടിയ പൈസ നല്ലത് കൊടുത്താൽ മാറി തരികയല്ല. അതുകൊണ്ട് ആ കണക്ഷൻ പോയി, മൊത്തം പോയി, പൊളിഞ്ഞു പോയി. ഇപ്പൊ അവിടെ മാറിയിട്ട് വരുവാ.